എനിക്കൊരു വാറോല കത്തയച്ചു വരും, ഇത്രാം തീയതി നിങ്ങളുടെ ഫോൺ ഇന്ന സ്ഥലത്ത്, എനിക്ക് തോന്നുന്നു തൃശ്ശൂർ DIGയുടെ ഓഫീസിൽ ഹാജരാക്കണമെന്ന്. ഇത്തരത്തിലുള്ള ഒരു കള്ളന്മാരുടെ കയ്യിൽ ആകെയുള്ള ഒരു എവിഡൻസ് കൊടുക്കാൻ മാത്രം ഞാൻ വെടിയായിരുന്നില്ല. നമസ്കാരം. വർഷങ്ങൾക്ക് മുൻപ് PV അൻവർ മലപ്പുറം മുൻ SP ആയിരുന്ന സുജിത് ദാസിനെതിരെ അതീവ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ PV അൻവർ അതിന് തെളിവായി SP സുജിത് ദാസും PV അൻവറും തമ്മിൽ സംസാരിച്ചതിൻ്റെ ശബ്ദരേഖ പുറത്തുവിടുകയുണ്ടായി. അന്ന് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഒരേ ഒരു ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയും ചേർന്ന് ചില നിഗൂഢമായ പ്രവൃത്തികൾ നടത്തുന്നു എന്നൊക്കെ തരത്തിലാണ് PV അൻവർ പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നത്. അതിന് അടിവരയിടുന്ന രീതിയിലാണ് SP സുജിത് ദാസ് PV അൻവറുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങളിൽ ചില സൂചനകൾ ഉണ്ടായിരുന്നത്. ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് MR അജിത് കുമാറാണ്. അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലം കൈയാണ്. അതായത് ADGP MR അജിത് കുമാർ സർവീസിൽ കയറിയത് ഒരു കാരണവശാലും മതിയായ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലല്ല, താനാണ് IPS കിട്ടി വന്ന ആൾ എന്നൊക്കെ തരത്തിൽ സുജിത് ദാസ് പറയുന്നതായാണ് ആ ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ആ ശബ്ദരേഖ വലിയ കോളിളക്കങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുകയായി, വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയായി. SP ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന ഒരു വലിയ മരം SP സുജിത് ദാസ് മുറിച്ചു തൻ്റെ വീട്ടിലേക്ക് ഫർണിച്ചർ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി അതിൻ്റെ കടക്കുറ്റി, അതായത് മരം മുറിച്ചതിൻ്റെ കടക്കുറ്റി SP ഓഫീസിൽ സന്ദർശിച്ച് ആ ഓഫീസിന് മുന്നിൽ ഒരു കസേരയിട്ടിരുന്ന് ഒറ്റയാൾ പട്ടാളത്തിൻ്റെ പോരാട്ടം പോലെ PV അൻവർ സമരം നടത്തിയതെല്ലാം അന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. എന്നാൽ ഈ വിഷയത്തിൽ, അതായത് സുജിത് ദാസും PV അൻവറും തമ്മിൽ സംസാരിച്ച വിഷയത്തിൽ തെളിവുകൾ നൽകാൻ വേണ്ടി കേരള പോലീസ് പലവട്ടം PV അൻവറിന് നോട്ടീസ് അയച്ചിട്ടും PV അൻവർ അത് നൽകിയില്ല എന്നുള്ളതാണ് പറയുന്നത്. കേസ് അന്വേഷിക്കുമ്പോൾ ഈ കേസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ PV അൻവർ SP സുജിത് ദാസിന്റെ എന്ന് പറയുന്ന ശബ്ദരേഖ ഹാജരാക്കിയത് അത് വ്യാജമാണ് എന്നാണ് SP സുജിത് ദാസ് പറയുന്നത്. ഇത് AI കാലഘട്ടമാണ്, അതിൽ തൻ്റെ ശബ്ദം വ്യാജമായി കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നാണ് അദ്ദേഹം കോടതിയിൽ വാദിച്ചത്. ഇതിന് ഉപോത്ഫലകമായി PV അൻവർ പരാതി ഉന്നയിച്ച ആൾ എന്ന രീതിയിൽ ഫോണിന്റെ ശബ്ദരേഖ തെളിവുകൾ നൽകാൻ വേണ്ടി PV അൻവറിനോട് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും PV അൻവർ തൻ്റെ ഫോൺ നൽകാൻ തയ്യാറായിരുന്നില്ല. ഈ വിഷയത്തിൽ ഒരേ ഒരു തെളിവായ ഈ ശബ്ദരേഖ അടങ്ങുന്ന ഫോൺ പോലീസിന്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയും അവരുടെ ഒത്താശക്കാരായ പോലീസുകാരും ചേർന്ന് തൻ്റെ ഈ ഫോൺ അടക്കം നശിപ്പിച്ചു കളയും, തനിക്ക് വിശ്വാസമില്ല എന്നാണ് PV അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതെന്തു തന്നെയായാലും കോടതി ഇപ്പോൾ SP സുജിത് ദാസിന് ഈ വിഷയത്തിൽ ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നു. അതായത് SP സുജിത് ദാസ് പറഞ്ഞത് താൻ PV അൻവറുമായി സംസാരിച്ചതിൻ്റെ ശബ്ദരേഖ PV അൻവർ ഹാജരാക്കിയത് വ്യാജമാണ്, ഇത് AI യുഗമാണ്, അതുകൊണ്ട് അത് വ്യാജമായി കൃത്രിമമായി സൃഷ്ടിച്ചതാണ്, തൻ്റെ ശബ്ദമല്ല, താൻ PV അൻവറുമായി സംസാരിച്ചതിൻ്റെ തെളിവും ഹാജരാക്കാൻ PV അൻവറിന് സാധിച്ചിട്ടില്ല. PV അൻവറും SP സുജിത് ദാസുമായി സംസാരിച്ചത് നോർമൽ കോളിലായിരുന്നില്ല, വാട്സപ്പ് കോളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോൺ രേഖകൾ ഹാജരാക്കാനും സാധിച്ചിട്ടില്ല. എന്തായാലും അന്വേഷണത്തെ തുടർന്ന് SP സുജിത് ദാസിനെ കോടതി കുറ്റവിമുക്തനാക്കുന്നു. ഈ SP സുജിത് ദാസിന് കോടതി ക്ലീൻ ചീറ്റ് നൽകുന്നു. ഇനി കോടതിയുടെ ഈ റിപ്പോർട്ട് സർക്കാർ കൂടി അംഗീകരിക്കുകയാണെങ്കിൽ SP സുജിത് ദാസ് കുറ്റവിമുക്തനാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ PV അൻവറിന്റെ ആരോപണം വന്ന് ഉടനെ തന്നെ SP സുജിത് ദാസിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ 6 മാസത്തിന് ശേഷം സർവീസിൽ തിരിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവർ മത്സരിക്കുമ്പോൾ അത് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെ തന്നെയാണ്. മുഹമ്മദ് റിയാസിനെതിരെ PV അൻവർ മത്സരിക്കുന്ന ബേപ്പൂരിലെ മത്സരം കടുത്തതായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ജയിക്കുമെന്ന് PV അൻവറും UDF അവകാശപ്പെടുമ്പോൾ
താൻ നേരത്തെ നിലനിർത്തിയ ഭൂരിപക്ഷം ഇപ്രാവശ്യവും ഉണ്ടാവും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസും പറയുന്നത്. എന്തായാലും മത്സരം അവരെ കടുത്തതായിരിക്കും എന്ന് പറയുമ്പോൾ PV അൻവർ ഇങ്ങനെയൊരു സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇനി അടുത്ത സർക്കാർ UDF-ൻ്റെതായിരിക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോടതി SP സുജിത് ദാസിനെ കുറ്റവിമുക്തനാക്കിയാലും PV അൻവർ കൂടി പ്രാതിനിധ്യമുള്ള ഒരു മന്ത്രിസഭയാണ് UDF-ന് വരുന്നതെങ്കിൽ തീർച്ചയായും അതിൽ കൂടുതൽ പരീക്ഷണങ്ങൾ SP സുജിത് ദാസിനെ നേരിടേണ്ടതായി വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളതറിയില്ല. എന്തായാലും PV അൻവർ കോടതിയിൽ തൻ്റെ ഫോൺ തെളിവായി ഹാജരാക്കിയില്ല. അതുകൊണ്ട് തന്നെ തെളിവുകളില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ SP സുജിത് ദാസിന് കോടതി ഇക്കാര്യത്തിൽ ക്ലീൻ ചീറ്റ് നൽകുകയായിരുന്നു. ഈ ക്ലീൻ ചീറ്റ് ഇനി സർക്കാർ അംഗീകരിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ കേസിൽ SP സുജിത് ദാസ് കുറ്റവിമുക്തനാകും എന്നുള്ളതാണ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. എനിക്കൊരു വാറോല കത്തയച്ചു വരും, ഇത്രാം തീയതി നിങ്ങളുടെ ഫോൺ ഇന്ന സ്ഥലത്ത്, എനിക്ക് തോന്നുന്നു തൃശ്ശൂർ DIGയുടെ ഓഫീസിൽ ഹാജരാക്കണമെന്ന്. ഇത്തരത്തിലുള്ള ഒരു കള്ളന്മാരുടെ കയ്യിൽ ആകെയുള്ള ഒരു എവിഡൻസ് കൊടുക്കാൻ മാത്രം ഞാൻ വെഡ്ഡിയായിരുന്നില്ല.